എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ റീന മിസ് ആണ്. ഇപ്പം നമ്മൾ 8th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന പോർഷനാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ പോർഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക കേട്ടോ, പഠിച്ചു പോവുക. നമുക്ക് വേഗം ഈ മാസം കഴിയുമ്പോൾ നമുക്കൊരു ഫിസിക്സ്, ഒരു കെമിസ്ട്രി, ഒരു മാത്സ്, ഒരു മലയാളം, ഒരു ഇംഗ്ലീഷ് എല്ലാം ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. മനസ്സിലായോ? സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരു ചാപ്റ്റർ പഠിക്കണം. ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാനൊന്നുമില്ല. എൻ്റെ ക്ലാസ് 2 പ്രാവശ്യം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ബൈ ഹാർട്ടായി മാറും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ലെങ്ത് പഠിച്ചു, മാസ് പഠിച്ചു, ടൈം പഠിച്ചു അല്ലേ? ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്നുള്ള കാര്യമാണ്. നോക്കൂ. You are now familiar with the units of length, mass, time. എന്താ ലെങ്ത്തിൻ്റെ എന്താ? പറയൂ. ലെങ്ത്തിൻ്റെ മീറ്റർ. മാസിൻ്റെ എന്താണ്? കിലോഗ്രാം. ടൈമിൻ്റെ എന്താണ്? സെക്കൻഡ്സ്. There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities. The units of fundamental quantities are the fundamental units. എന്താ പറഞ്ഞിരിക്കുന്നത്? There are some quantities which are not related to one another and cannot be expressed using other quantities. ചില പ്രത്യേക തരത്തിലുള്ള അളവുകൾ അതിന് നമുക്ക് മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റില്ല, മറ്റൊന്നും വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. മനസ്സിലായോ? അവർക്ക് അവരുടേതായ യൂണിറ്റ് തന്നെ വേണം. മറ്റാരും സൈഡ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. There are some quantities which are not related to one another and cannot be expressed using other quantities. Such quantities are called fundamental quantities. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും വെച്ചിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല, വേറെ ഒന്നിനോടും റിലേറ്റ് ചെയ്യാനും പറ്റില്ല. ഇനി അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. മനസ്സിലായോ? ദ യൂണിറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇപ്പോൾ വാട്ട് ആർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ മുതലേ എഴുതണം കേട്ടോ. ദർ ആർ സം ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു വൺ അനദർ ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് യൂസിങ് അതർ ക്വാണ്ടിറ്റീസ്. സച്ച് ക്വാണ്ടിറ്റീസ് ആർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദ യൂണിറ്റ് ഓഫ് സച്ച് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇത്രയും പഠിക്കണം. The system based on these fundamental units is the International System of Units, SI system. ഞാൻ ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു എന്താണ് SI യൂണിറ്റ്സ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മൊത്തം ഈ ലോകം മൊത്തമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ ഫിസിക്സിന് മൊത്തം അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് മൊത്തം ഒരു സിസ്റ്റം ഉണ്ട്. ഫിസിക്സ് എന്ന ഇതിന് മൊത്തമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഇന്റർനാഷണൽ, SI യൂണിറ്റ്സ്. ഇൻ അഡീഷൻ ടു ലെങ്ത്, മാസ് ആൻഡ് ടൈം വിച്ച് ആർ ദി അതർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഒരുപാട് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കുറച്ച് മാത്രം നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാടുണ്ട്. ലെങ്ത് അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സ്മോൾ ലെറ്റർ M ആണ്. സ്മോൾ ലെറ്റർ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. മാസിന് എന്താ നമ്മൾ പറഞ്ഞതാണ്? കിലോഗ്രാം, kg. ടൈം സെക്കൻഡ്, S. ചിലർ SEC എന്നൊക്കെ എഴുതും സെക്കൻഡ്. അങ്ങനെ എഴുതാൻ പാടില്ല. ഫണ്ടമെൻ്റൽ ആയിട്ടൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടും? S എന്ന് മാത്രം ഉപയോഗിക്കാൻ പാടും. അതുപോലെ കിലോഗ്രാമിന് kgm എന്നൊക്കെ എഴുതി അങ്ങനെ എഴുതാൻ പാടില്ല. ഇനി ഇലക്ട്രിക് കറൻറ്റ് ആംപിയർ A നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ബാറ്ററികളിലൊക്കെ ആയിട്ട് ആംപിയർ. ടെമ്പറേച്ചറിൻ്റെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. കെൽവിൻ സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ആ കെൽവിൻ സ്കെയിലാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? യൂണിറ്റായിട്ട്. ടെമ്പറേച്ചറിൻ്റെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ്? കെൽവിൻ. ക്യാപിറ്റൽ K ആണ് കേട്ടോ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ് അല്ല കേട്ടോ, അത് ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഇതെന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ മോൾ എന്ന് പറയും. മോൾ കേട്ടോ, മോൾ. അതിന് യൂണിറ്റ് നോക്കൂ. യൂണിറ്റ് MOL ആണ്, സിമ്പൽ MOL ആണ്, ഇല്ല കേട്ടോ. മോൾസ്, 3 മോൾസ് എന്നാണ് പറയാം. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡ്ല. സിമ്പൽ എന്താണ്? CD. ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഈ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നോക്കൂ,
There are some other quantities you should be familiar with that are not included among fundamental quantities. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ അല്ലാത്തതുണ്ട്. ഏരിയ, വോളിയം, പിന്നെ ഡെൻസിറ്റി, പ്രഷർ, ഫോഴ്സ്, ഇതൊക്കെ വരും. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞ പേര് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നാണ്. ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊന്നിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിറൈവ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഒന്നിൽ നിന്നും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിന് അല്ലെങ്കിൽ യൂണിറ്റ്സിനാണ് എന്ത് പറയാം? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. ഇപ്പോൾ ഏരിയയ്ക്ക് നിങ്ങൾക്കറിയാം, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ, അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളെ ക്ലാസ് റൂമിൻ്റെ ലെങ്ത് 5 മീറ്ററും ബ്രെഡ്ത്ത് 4 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? 5 × 4 20, അല്ലേ? അതിൻ്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? 5 മീറ്റർ ഇൻറ്റു 4 മീറ്റർ. 5 × 4 20. മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? m², മീറ്റർ സ്ക്വയർ ആണ് വരിക. ഇനി വോളിയം ആണെങ്കിലോ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. വോളിയം ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വോളിയം ആണെങ്കിൽ നോക്കൂ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിനും മീറ്ററാണ് യൂണിറ്റ്, ബ്രെഡ്ത്തിനും മീറ്ററാണ് യൂണിറ്റ്, ഹൈറ്റിനും മീറ്ററാണ് യൂണിറ്റ്, അല്ലേ? അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്താ വരിക? മീറ്റർ ക്യൂബ്. ഇതെന്തിൻ്റെ യൂണിറ്റാണ്? വോളിയത്തിൻ്റെ യൂണിറ്റാണ് m³. അപ്പോൾ ഇതെന്താണ്? ഇത് വോളിയത്തിന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. നമ്മളിവിടെ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന യൂണിറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ എന്താ പറയുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. മനസ്സിലായോ? ഈ നോക്കൂ, അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ യൂണിറ്റ് ഓഫ് ഏരിയ ഈസ് സ്റ്റേറ്റഡ് യൂണിറ്റ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ഏരിയയുടെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുത്തത്, അല്ലേ? മീറ്റർ സ്ക്വയർ എന്ന്. Such unit expressed using fundamental units are derived units. അതായത് യൂണിറ്റ്സ് എക്സ്പ്രസ്ഡ് യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന മറ്റുള്ള യൂണിറ്റുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് or those units which are dependent on fundamental units. ഒന്നുകിൽ നമ്മൾ അതിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ എന്തിന് നിൽക്കാൻ പറ്റും? ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എപ്പോഴും നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള യൂണിറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ്? യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അല്ലെങ്കിലോ ഓർ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഒന്നുകിൽ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ദേ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഈ രണ്ട് കേസിന് നമ്മൾ എന്താ പറയുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. On the basis of the above information, let us take a look at the salient features of SI unit. അപ്പോൾ എന്തൊക്കെയാണ് SI യൂണിറ്റിൻ്റെ പ്രത്യേകതകൾ എന്നറിയോ? ഇങ്ങനെ SI യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ടാണ്. യൂണിഫൈഡ് യൂണിറ്റ്സ്. എവിടെ ചെന്നാലും, നിങ്ങൾ എവിടെ പോയി ഫിസിക്സ് പഠിച്ചാലും യൂണിറ്റ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും, ഒരേ യൂണിറ്റ്സ് ആയിരിക്കും. ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്, അത് ഇൻ്റർനാഷണലായിട്ട് ആക്സെപ്റ്റ് ചെയ്ത യൂണിറ്റാണ്. ഒരു യൂണിഫൈഡ് ആണ്, ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആണ്. അഡിക്വേറ്റ് ടു എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് ഒരുവിധം എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും എക്സ്പ്രസ് ചെയ്യാൻ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് തന്നെ മതിയാവും. മനസ്സിലായോ? ക്യാൻ യു ഫൈൻഡ്, ഇനി അടുത്തത് ചെറിയൊരു പോർഷനാണ്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ക്യാൻ യു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർഫസ് ഹാവിങ് ഇറഗുലർ എഡ്ജസ് യൂസിങ് ദ മെത്തേഡ് അഡോപ്റ്റഡ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് യുവർ ക്ലാസ് റൂം. ഇപ്പോൾ നിങ്ങൾ ഏരിയ ഓഫ് ക്ലാസ് റൂം കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത ഏരിയ ഓഫ് ക്ലാസ് റൂം കിട്ടും. പക്ഷേ ഇവിടെ നമുക്കൊരു ലീഫ്, ഹിബിസ്കസ് ലീഫാന്ന് തോന്നുന്നു, അല്ലേ? ചെമ്പരത്തീൻ്റെ ഇല പോലത്തെ ഒരു ഇല തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ എടുത്തിരിക്കുന്നത്? ഇതൊരു ഗ്രാഫ് പേപ്പറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഗ്രാഫ് പേപ്പർ? ഒരുപാട് കള്ളികളായിട്ടുള്ള ഗ്രാഫ് പേപ്പർ. ഈ ഗ്രാഫ് പേപ്പർ ഇത് കടയിൽ വാങ്ങാൻ കിട്ടും, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫ് പേപ്പറിൻ്റെ പുറകെ നമ്മൾ എന്ത് വയ്ക്കുക? ഈ ഇല വയ്ക്കുക. ഈ ഗ്രാഫ് പേപ്പറൊക്കെ ശ്രദ്ധിക്കണം, 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. ഈ ഓരോ കള്ളികളും 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ, എല്ലാം 1 സെൻറ്റിമീറ്റർ സ്ക്വയർ കോളംസ് ആണ്. Let us find out the area of a leaf. Take the leaf and place it on a graph paper and trace the outer edges using a pencil.
എന്നിട്ട് നമ്മൾ ഈ ലീഫ് ഇളകി പോയാൽ നമുക്ക് ഏരിയ കിട്ടില്ല ശരിക്കും. അപ്പോൾ നമ്മൾ ഈ ലീഫിനെ അങ്ങനെ പിടിച്ചിട്ട് ഈ ലീഫിൻ്റെ മുകളിൽ കൂടെ ഒരു പെൻസിൽ കൊണ്ട് ഇവിടെ ഒരു സ്കെച്ച് ഇടുക. ഒരു ലീഫിനെ അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് അത്രയും ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവും അല്ലേ. നോക്കൂ, നമ്പർ ഓഫ് കംപ്ലീറ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 1 2 3 4 ഏകദേശം 5ഓളം വരുന്നില്ല. ഇവിടെ ഇടയ്ക്ക് വിട്ടുപോയെന്ന് തോന്നുന്നു, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് വരില്ല, സോറി. 1 2 3 4 ഇവിടെ ഇല്ല. അവിടെ ഒരു കഷ്ണം ഉണ്ട് കേട്ടോ, ഇവിടെ ഇല്ല ഈ പോർഷനിലില്ല. അപ്പോൾ 1 2 3 4 കംപ്ലീറ്റ് സ്ക്വയർ ഉണ്ട്. ഈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഹാവിങ് ഹാഫ് ഓർ മോർ, പകുതിയിൽ കൂടുതലുള്ള ഏതൊക്കെയാണ്? ഇത് പകുതിയിൽ കൂടുതലല്ല 1. പിന്നെ പകുതിയിൽ കൂടുതലുള്ള ഏതാണ്? 1 വരും, 2 3. പകുതിയിൽ കൂടുതലുള്ള ഏതൊക്കെയാണ്? 1 2 3 4 അല്ലേ. ഇവിടെയും കൂടെ ചേർത്താൽ വരും 4 എണ്ണം. ഏത് വരും? പകുതിയിൽ കൂടുതൽ. ഇത് എഴുതി ശരിയല്ല കേട്ടോ, ഇവിടെ 4 എണ്ണം വരും പകുതിയിൽ കൂടുതലുള്ളത്. ഇത് നോക്കൂ, അപ്പോൾ ടോട്ടൽ നമ്പർ എത്രയാണ്? രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 4 4 8 എണ്ണം വരും. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്ര എണ്ണം വരും? 8 സ്ക്വയേഴ്സ് വരും. ഇത് ശരിയല്ല കേട്ടോ, അത് ഇവിടെ 4, അപ്പോൾ 4 4 ചേർന്ന് 8 എണ്ണേ വരുള്ളൂ. ഇതൊക്കെ പകുതിയിൽ കുറവാണ്. ഇത് പകുതിയിൽ കുറവാണ്, ഇത് പകുതിയിൽ കുറവാണ്, ഇത് പകുതിയിൽ കുറവാണ്, ഇതൊക്കെ പകുതിയിൽ കുറവാണ് കേട്ടോ. ഇതൊക്കെ പകുതിയിൽ കുറവുള്ളതാണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിൽ ബി ദ അപ്രോക്സിമേറ്റ് ഏരിയ ഓഫ് ദ ലീഫ്. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർ ഇപ്പോൾ 8 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ. ഇപ്പോൾ 4 4 ചേർത്ത് 8 സ്ക്വയറാണ് കിട്ടിയിട്ടില്ല. അതിനാണ് നമ്മൾ അത് അപ്രോക്സിമേറ്റ് ആണ്. 8 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്, ഒരിക്കലും കറക്റ്റ് അല്ല, അത് വളരെ അപ്രോക്സിമേറ്റ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് നമുക്ക് കിട്ടിയ 8 സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇറഗുലർ ഷേപ്സ് ഉള്ളതിനെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മനസ്സിലായോ? വലുതാണ്, ഒരുപാടെണ്ണം പകുതിയിൽ കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് കാണാം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ തൽക്കാലം ഇത്രയും പോർഷനിൽ ഞാൻ നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ വോളിയം ആൻഡ് ഡെൻസിറ്റി എന്നുള്ള വലിയൊരു ഭാഗമാണ്. അത് നമുക്ക് ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ പഠിക്കണം. അപ്പോൾ അതൊരു ക്ലാസ് ഫുള്ളായിട്ട് എടുക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, ബൈ.